ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്നത് സീഡ് ആപ്പ് എന്നൊരു ടെലിഗ്രാം മൈനിങ് ബോട്ടിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ജെയിംസ് എന്ന ഒരു പോയിന്റ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറയാം. ഇത് നിങ്ങൾ ഡെയിലി ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടും ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ ഡെയിലി ജെയിംസ് എന്ന പോയിന്റ്സ് ഏൺ ചെയ്യുകയാണെങ്കിൽ 1-2 മാസം ഇങ്ങനെ ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് സെല്ല് ചെയ്തിട്ട് ഈ ജെയിംസ് സെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് റവന്യൂ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി ഫ്രണ്ട്സിൻ്റെയും ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറയാം. ഒന്നാമത് നമ്മുടെ മിഷൻ സൈഡ് പോയി കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ഡെയിലി ലോഗിൻ ബോണസ് വന്നിട്ടുണ്ട്. അതിൽ ഡെയിലി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോണസ് കിട്ടും. അതിന് ഡെയിലി ജെയിംസ് പോയിന്റ് കിട്ടും. പിന്നെ ട്വിറ്റർ ഫോളോ ചെയ്യുക, ചെറിയ ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇവിടെ പോയിന്റ് ഏൺ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ കണ്ടാൽ മനസ്സിലാവും എന്താ ടാസ്കുകൾ എന്നൊക്കെ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ മിഷൻ്റെ സൈഡിൽ തന്നെ ഇവിടെ ബൂസ്റ്റ് സെഷൻ കാണാം. ബൂസ്റ്റ് സെഷൻ എന്താ വെച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് ലെവൽ 6 ഇൻക്രീസ് ടൈം ബിറ്റ്വീൻ ക്ലെയിംസ് ഓഫ് മാക്സ് ലെവൽ അച്ചീവ്മെൻറ്റ്. അത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി കയറിയിട്ട് ഇവിടെ ഹോം സെഷനിൽ വന്ന് ഇവിടെ ക്ലെയിം ഓപ്ഷൻ വരും, സ്റ്റോറേജ് ഫിൽഡ് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇവിടെ കയറിയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ എനിക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റുക. അതേപോലെ അത് 24 മണിക്കൂർ ആവാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ മാക്സ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ബൂസ്റ്റ് സെഷനിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സ്റ്റോറേജ് ലെവൽ 6 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ആയി കിട്ടുന്ന പോയിന്റ്സ് മറ്റിവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ലെവലപ്പ് ചെയ്യാൻ പറ്റും. ഏത് സ്റ്റോറേജ് ലെവലിൻ്റെ അവിടെ അങ്ങനെ ഫസ്റ്റത്തെ ലെവലിൽ 4 മണിക്കൂർ, രണ്ടാമത്തെ ലെവലിൽ 8, പിന്നെ 14, പിന്നെ 20, 24 അങ്ങനെയാണ് ലെവല്. അപ്പോൾ ഓരോ തവണ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഡെയിലി ബോട്ടിൽ കയറി ക്ലെയിം ചെയ്യേണ്ട ഓപ്ഷൻ കമ്മിയായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് കയറേണ്ട ആവശ്യമില്ല ബോട്ടിൽ. പിന്നെ ട്രീ ലെവൽ 6 പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ഒരു മണിക്കൂർ ഇപ്പോൾ 0.01 ആണ് ലെവൽ 1 കിട്ടുക. പിന്നെ അങ്ങനെ ഓരോരോ അപ്ഗ്രേഡ് ലെവൽ 6 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0.18 കിട്ടും. അതുകൊണ്ട് ലെവൽ എത്ര അപ്ഗ്രേഡ് ചെയ്യണോ അതിനനുസരിച്ച് ഓരോ മണിക്കൂർ കിട്ടുന്നത് നിങ്ങൾക്ക് പോയിന്റ്സ് കൂടുതലാവും. പിന്നെ ഹോളി വാട്ടർ ലെവൽ 5 അത് പറഞ്ഞു വെച്ചാൽ അത് നിങ്ങൾക്ക് എങ്ങനെ കംപ്ലീറ്റ് ആക്കി പറഞ്ഞു വെച്ചാൽ ഇത് തൊട്ടതെന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുക, നമ്മൾ ഓരോരോ മിഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇവിടെ കുറേ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക, ട്വിറ്റർ ലൈക്ക് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഓരോരോ മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇത് എന്തിനാണ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹോം സെഷനിൽ ഇവിടെ ഈ പുഴു കണ്ടില്ലേ, ഒരു പച്ച കളർ പുഴു. അത് നിങ്ങൾക്ക് 8 മണിക്കൂറോ അല്ലെങ്കിൽ 12 മണിക്കൂറോ 24 മണിക്കൂറോ കഴിഞ്ഞിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഹോളി വാട്ടർ പറഞ്ഞിട്ട് സംഭവം. ഞാൻ ഇപ്പോൾ ഇവിടെ ഈ പുഴു ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇതാ വന്ന് കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇൻവെർട്ടർ ഇവിടെ സൈഡിൽ ഇൻവെർട്ടറി പറഞ്ഞ സൈഡ് ഉണ്ട്, അതിൽ പോവും ബാഗ് പോലെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ പുഴു പോലെ സാധനം ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പുഴു എന്തിനാൻ വേണ്ടിയിട്ട് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ആ ഹോളി വാട്ടർ തന്നെ നിങ്ങൾക്ക് അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, സമയം കുറയ്ക്കാനാണ് അത്. പിന്നെ നമ്മുടെ ഈ ഫ്രണ്ട്സ് സെഷനിൽ പോയി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ഓരോരോ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഫ്രണ്ട് ഒരു ദിവസം കയറിയിട്ട് മറ്റേ ക്ലെയിം ചെയ്യുകയാണ്, പോയിന്റ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 20% നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇതിൽ. ഓരോ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന തോറും നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻറ്റ്സിൻ്റെ പോയിൻറ്റ്സ് കൂടുതൽ കിട്ടും. അതാണ് ഇതിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻവെർട്ടറിയിൽ പോയി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കുറേ പുഴുകളുണ്ട്. ഓരോ അൺകോമൺ, കോമൺ, റെയർ അങ്ങനെ ഓരോ ലെവലുണ്ട്. ഏറ്റവും ഫസ്റ്റ് ലെവലുള്ളത് റെയറാണ്. അപ്പോൾ നിങ്ങൾ പുഴുവിൻ്റെ ലെവൽ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്ന ജെയിംസിൻ്റെ വാല്യൂ ഇടുക. അതങ്ങനെ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഈ അൺകോമൺ എന്ന് പറഞ്ഞ ഒരു പുഴു അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ സെല്ല് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു 5 ജെയിംസിനെ സെല്ല് ചെയ്യുകയാണെങ്കിൽ 5 ജെയിംസിന് സെല്ല് ചെയ്യുക, 10 ആണെങ്കിൽ 10 അങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റും. എന്നിട്ട് കൺഫേം എടുത്ത് കഴിഞ്ഞാൽ അത് സെല്ലാവും. വേറെ ആരെങ്കിലും മേടിക്കണം. അപ്പം നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും മേടിച്ചാലാണ് നിങ്ങൾക്ക് അത് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അൺകോമൺ എന്ന് കുറച്ച് പേരെ മേടിക്കില്ല, അധികം ആൾക്കാരൊന്നും മേടിക്കില്ല. നല്ല റെയർ ആയിട്ടുള്ള പുഴുകൾ മാത്രമാണ് മേടിക്കുക. അപ്പോൾ അതിന് മെയിനായിട്ട് അത് നോക്കുക. പിന്നെ ഇവിടെ മുകളിൽ എക്സ് നോക്കി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് ഓരോ എക്സ് മേടിക്കാൻ പറ്റും. ആ എക്സിൻ്റെ ഉള്ളിൽ ഓരോരോ റെയർ ആയിട്ടുള്ള പുഴുകൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് സെല്ല് ചെയ്തിട്ട് ഇതുണ്ടാക്കാൻ പറ്റും. ജെയിംസ് എന്ന പോയിന്റ് ഏൺ ചെയ്യാൻ പറ്റും. ബേർഡ് സെഷൻ ഇനിയും വന്നിട്ടില്ല, അത് വരുമ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാം. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ സ്പിന്നിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സ്പിന്നിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് ഓരോരോ ടാസ്കുകളില്ലേ മറ്റേ മിഷൻസ് അതിൽ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ്സ് കിട്ടും. അത് മാത്രമല്ല നിങ്ങൾ ഡെയിലി ലോഗിൻ ചെയ്യുന്നതോറും നിങ്ങൾക്ക് ഈ ജെയിംസ് തന്നെ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ടിക്കറ്റ്സും കിട്ടും. ഒരു ദിവസം ലോഗിൻ ചെയ്താൽ ഒരു ടിക്കറ്റ്, 3 ദിവസം ലോഗിൻ ചെയ്താൽ 2, അങ്ങനെ അപ്ഗ്രേഡ് ആയിട്ട് അങ്ങനെ പോകും. എത്ര ദിവസം നിങ്ങൾ അടുപ്പിച്ച് ലോഗിൻ ചെയ്യണോ അതിനനുസരിച്ചുള്ള ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ സ്പിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മറ്റേ ഒരു മുട്ട കിട്ടും. അത് സെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ
നിങ്ങൾക്ക് ആ മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് മേടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 10 സൈഡ് ഇത് കണ്ടില്ലേ കോട്ടേൻ്റെ ചിഹ്നം അതിൽ തൊട്ട് കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് ടെലിഗ്രാം ചാസി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഓരോ റെയർ ആയിട്ടുള്ള പുഴുകളിനെയും മേടിക്കാൻ പറ്റും, മറ്റേ കോഴിമുട്ടകളുടെ സംഭവം മേടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ പൈസ ചിലവാക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇത് ചെയ്യാണ്ടിരിക്കുക. ഫ്രീ ആയിട്ടുള്ള കുറേ ടാസ്കുകളുണ്ട്, അത് കംപ്ലീറ്റ് ആക്കിയിട്ട് നിന്ന് ഏൺ ചെയ്യാൻ നോക്കുക. പിന്നെ പറഞ്ഞു വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും പറ്റും. പുഴുവിനെ സെല്ല് ചെയ്യാനും പറ്റും, ബൈ ചെയ്യാനും പറ്റും. അതെങ്ങനെ വെച്ച് വെച്ചാൽ ഇവിടെ സാലിൽ ഇവിടെ കൊട്ടേൻ്റെ ചിഹ്നം കാണില്ല, അത് തൊട്ട് കഴിഞ്ഞ് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ പുഴുവിനെ വാങ്ങാൻ പറ്റും. ഇതിപ്പോൾ അൺകോമൺ 5.76 ജെംസ് കൊടുത്ത് തന്നെ വാങ്ങാൻ പറ്റും. അങ്ങനെ ഓരോരോ ഇത്. പിന്നെ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ലെവൽ സെറ്റ് ചെയ്യുക. അതെങ്ങനെ വെച്ച് വെച്ചാൽ ഇവിടെ ലേറ്റസ്റ്റിൻ്റെ പുറത്ത് സൈഡ് ഒരു ചിഹ്നം കാണാം, അതിൽ തൊട്ട് കഴിഞ്ഞ് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ലെജൻഡറി വേണോ, റെയർ വേണോ, എപ്പിക് വേണോ, അൺകോമൺ വേണോ, ഏത് പുഴു മേടിക്കേണ്ടത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് വരും. ഇപ്പോൾ ലെജൻഡറിൻ്റെ ഒരു പുഴു മേടിക്കാൻ 150 പോയിൻറ്റ്സാണ് ഏൺ ചെയ്യാൻ പറ്റുക. ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ വാല്യൂ കൂടും. വാല്യൂ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റും. വിറ്റ് തന്നെ പൈസ എല്ലാം കിട്ടുക, ഇതിൻ്റെ ഉള്ളിലെ ടാസ്കിലത്തെ പോയിൻ്റാണ് കിട്ടുക. ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരാനും സാധ്യതയുണ്ട്, ലാഭം വരാനും സാധ്യതയുണ്ട്. അത് നിങ്ങൾ വാങ്ങണതിൻ്റെ അനുസരിച്ചും സെല് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചാണ് കിട്ടുക ഒരുപാട്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ സെഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എക്സ് മേടിക്കാൻ പറ്റും. പോയിൻറ്റ്സ് വെച്ചിട്ടും നിങ്ങൾക്ക് ഇവിടെ എക്സ് മേടിക്കാൻ പറ്റും, ക്യാഷ് കൊടുത്തിട്ടും ഇങ്ങനത്തെ എക്സ് മേടിക്കാൻ പറ്റും. എന്നിട്ട് ആ എക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെല് ചെയ്യാനും പറ്റും. അതാണ് നിങ്ങളിതിൽ മെയിനായിട്ട് നോക്കേണ്ട. ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവം മാത്രം, ടാസ്കുകൾ ഇത് മാത്രം കംപ്ലീറ്റ് ആക്കാൻ നോക്കുക മെയിനായിട്ട്. അപ്പോൾ ഈ ബോർഡിൽ പറയുകയാണെങ്കിൽ ഓരോരോ ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കുക, ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുക, മാക്സിമം പോയിൻറ്റ്സ് ചെയ്യാൻ നോക്കുക. അത് ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആവുന്ന സമയത്ത് നല്ലൊരു ശതമാനം നിങ്ങൾക്ക് റിവാർഡ് തന്നെ കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ശരി, ബൈ.